ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് നോക്കൂ, ഇവിടെ ഇപ്പോൾ ബക്കാർഡിക്ക് വേണ്ടി ഒരു അമിത വേഗം ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം. അതിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല, ഘടകകക്ഷികളുടെയോ പാർട്ടിയുടെയോ തീരുമാനം പരിഗണിക്കപ്പെട്ടില്ല, ഏകപക്ഷീയമായി മുഖ്യമന്ത്രി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്, ഈ സാഹചര്യത്തെ? രേണുക, ഏകപക്ഷീയമായി ചില തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ എടുക്കുന്നു എന്ന ആരോപണം ഒരു പരിധിവരെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മദ്യത്തിൻ്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട്, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട വിവാദം അരങ്ങേറുന്നത്. അതേപോലെ തന്നെ മറ്റ് നിരവധി കേസുകൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിരവധി തവണ തൻ്റെ സഹപ്രവർത്തകർ, മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ, അത് എക്സൈസ് മന്ത്രി ശ്രീ ലിജു ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ശ്രീ കെ മുരളീധരൻ ആയിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ അറിവോ സമ്മതമോ അല്ലെങ്കിൽ പരിഗണനയോ ഇല്ലാതെ ചില കാര്യങ്ങൾ ഏകപക്ഷീയമായി മുഖ്യമന്ത്രി കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രിക്ക് അതിനുള്ള പ്രൊറോഗറ്റീവ് ഉണ്ട്. അദ്ദേഹം അച്ചുതണ്ട് ശക്തി തന്നെയാണ്. ഒരു ക്യാബിനറ്റ് സിസ്റ്റം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പ്രതികരണം കൂടിയാണ്. പക്ഷേ ക്യാബിനറ്റിൽ കൊണ്ടുവരാതെ, മന്ത്രിസഭാ അംഗങ്ങളുമായി ചർച്ച ചെയ്യാതെ, സ്വന്തം പാർട്ടിയിൽ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാതെ, ഘടകകക്ഷികളുമായി സംസാരിക്കാതെ, UDF എന്ന മുന്നണി യോഗം കൂടുന്നതിന് മുൻപ് തന്നെ നിർണായകമായ ചില വിഷയങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ അത് പേഴ്സണൽ പ്രൊറോഗറ്റീവാണ്, മുഖ്യമന്ത്രിയുടെ പ്രൊറോഗറ്റീവാണ്, അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയുടെ പ്രൊറോഗറ്റീവാണ് എന്ന് പറയുന്നതിൽ ഒരു ലളിതയുക്തിയുണ്ട്. അതുകൊണ്ട് ഇത് മുൻ ഗവൺമെൻറ്റിൻ്റെ, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ അല്ലെങ്കിൽ ആ തീരുമാനങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായി അവരുടെ കാലത്തെ നികുതി നിർദ്ദേശിക്കാതെ പോയത് ഒരു ലാക്യുണ, ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു കുറവ് കണ്ടുകൊണ്ട് തങ്ങളിതാ അത് തിരുത്തുന്നു, തങ്ങളിതാ ആ വിഭാഗത്തിനും കൂടി നികുതി നിശ്ചയിച്ച് കൊണ്ടുവരുന്നു. ഇത് കേവലം ലളിതയുക്തി മാത്രമാണ്. ഇവിടെ വസ്തുതകളെ, രേണുക, വസ്തുതകളാണ്. വൈകാരികമായി നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും, പക്ഷേ വസ്തുതകളായി എടുക്കണം. ഇടതുപക്ഷം കൊണ്ടുവന്ന ആ ഒരു നയം എന്താണ്? വീര്യം കുറഞ്ഞ മദ്യം എന്നതുകൊണ്ട് ഇടതുപക്ഷം ഉദ്ദേശിച്ചത് സ്പിരിറ്റ് ബേസ്ഡ് അല്ല, അത് പഴങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന കർഷകർക്ക് ഒരു പക്ഷേ ആ ഒരു രീതിയിലാണ് പുറത്ത് കേട്ടത്. അത് സ്പിരിറ്റ് അല്ല എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നതും. അങ്ങനെയെങ്കിൽ അതിന് 75%. അപ്പോൾ അതിൻ്റെ തുടർച്ചയല്ല ഇപ്പോൾ വരുന്നത്, സ്പിരിറ്റ് ബേസ്ഡ് തന്നെയാണ്. 0.5% മുതൽ 10% വരെ ഉള്ള വീര്യമുള്ള മദ്യത്തിന് ഏതാണ്ട് 120%, 10% മുതൽ 20% ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് 175%, അത് 251% നിന്നാണ് കുറച്ചു കൊണ്ടുവരുന്നത്. അതിനർത്ഥം എന്താണ്? വ്യക്തമായി ഇവിടെ ഒരു മദ്യനയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദ്രുതഗതിയിൽ ധൃതി പിടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു നികുതിയുടെ കാര്യത്തിൽ. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ഒരു മദ്യനയം ഉണ്ടാവുക, ഉണ്ടായതിനു ശേഷം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നികുതി ഘടനകൾ നിശ്ചയിക്കുക. ഇതാണല്ലോ സ്വാഭാവികമായി ഉണ്ടാകേണ്ടത്. ഇവിടെ നയം ഉണ്ടാകുന്നതിന് മുൻപ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ അത് ഒരു വ്യക്തി തീരുമാനമെടുത്തു, ധനകാര്യമന്ത്രി തീരുമാനമെടുത്തു. ആ തീരുമാനത്തോടൊപ്പം നിൽക്കാൻ മന്ത്രിസഭയിലെ ആളുകൾ പരസ്യമായി തയ്യാറാവുന്നില്ല. പാർട്ടിയിലെ പല ആളുകളും തീരുമാനത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ല. അറ്റ്ലീസ്റ്റ് രണ്ടുപേരെങ്കിലും സ്വന്തം പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു തിരുത്തൽ ശക്തി എക്കാലത്തും അങ്ങനെ തന്നെയാണ്. VM സുധീരനെ നമ്മൾ കണ്ടിരുന്നത് എങ്ങനെയാണ്? കരിമണൽ വിഷയത്തിലൊക്കെ 2003, 2004 കാലത്തൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഗവൺമെൻറ്റിൻ്റെ മേൽ ചെലുത്തിയിരുന്ന, ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ചെലുത്തിയിരുന്ന ആളാണ് VM സുധീരൻ. അതേ ആർജവത്തിൽ അദ്ദേഹം കരിമണൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വേണ്ട ശ്രദ്ധ, ജാഗ്രത പാലിക്കണം എന്ന് കത്ത് കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. അദ്ദേഹം 3 കത്ത് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ TN പ്രതാപൻ, ഈ ഹരിത MLA എന്നുള്ള പേരിലായിരുന്നല്ലോ VD സതീശനും TN പ്രതാപനും, അതേപോലെ തന്നെ ബൽറാമും, ഇവരെല്ലാം തന്നെ ഷാഫി പറമ്പിൽ, ഇവരെല്ലാം 3-4 പേരാണ്, 5-6 പേരായിരുന്നു ഹരിത MLA മാർ. അതിലെ പ്രമുഖനായ വ്യക്തിയാണ് മുഖ്യമന്ത്രിയായത്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? എൻവയോൺമെൻറ്റിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അദ്ദേഹം എക്കാലത്തും പറഞ്ഞിരുന്നു മദ്യ നിരോധനം അതിൻ്റെ കൂടെ ഭാഗമാണ്. ഹരിതമെന്ന് പറയാനാവില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള നിലപാടുകൾ, ആ നിലപാടുകളുടെ അംഗീകാരമാണ്. ഞാനും ചർച്ചകളിൽ ഉൾപ്പെടെയുള്ള നിലപാടെടുത്തത് എങ്ങനെയാണ്? VD സതീശൻ തീർച്ചയായും അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യമുഖമാണ്. അദ്ദേഹത്തിന് കൂടി ലഭിച്ച മാൻഡേറ്റ് ആണ്. അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നതും ആയതും. അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ നിലപാട് എന്ന് പറയുമ്പോൾ ആ നിലപാട് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരു നിലപാടും, മുഖ്യമന്ത്രി പദത്തിൽ വരുമ്പോൾ ഘടകവിരുദ്ധമായ മറ്റൊരു നിലപാടും എന്നതിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ എന്താണ്? അവിടെയാണ് പ്രതിപക്ഷം ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത് VD സതീശൻ
ഈ മാർച്ച് മാസം ചോദിച്ചൊരു ചോദ്യം നേരെ പ്ലേറ്റ് തിരിച്ച് ചോദിക്കുകയാണ് എന്ത് കിട്ടി. അത് ബൊക്കാർഡി കമ്പനിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ പറയുകയാണ് കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ലോബികൾ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ലോബികൾ, അത് ലിക്കർ ലോബികളാണ്, അവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാനുള്ളത് പാർലമെന്റിലാണ്, അതായത് നിയമസഭയിലാണ്. ജനാധിപത്യത്തിന് ശ്രീകോവിലല്ലേ നിയമസഭയിൽ അതിനുള്ള ഉത്തരം പറയാൻ ഉള്ള അവസരം ഉണ്ടായിരിക്കെ സാങ്കേതികതയിൽ കടിച്ചു തൂങ്ങി അതിപ്പോൾ അത് ചോദ്യം ഉദിക്കുന്നില്ല, ഈ രൂപത്തിലല്ല, ഈ രീതിയിലല്ല പ്രമേയം വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കുകയും നാളത്തേക്ക് വേണ്ടി ആ തീരുമാനം, ആ വിശദീകരിക്കാനുള്ള തീരുമാനം മാറ്റിവെക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്തോ ഒളിക്കേണ്ടതുണ്ട് എന്ന പ്രതീതി അവിടെ വരികയാണ്. എന്നാൽ കൃത്യമായ ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. തീർച്ചയായും അവിടെ ശ്രീ ജിൻഡോ ജോൺ നോക്കൂ, എന്തോ ഒളിക്കാനുണ്ട് എന്ന പ്രതീതി എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നു. 18-ന് സർക്കാർ അധികാരത്തിലെത്തുകയാണ്, 21-ന് ഈ ഫയലിന് ജീവൻ വെക്കുന്നു. 2022-23 മുതൽ നിശ്ചലമായിരുന്ന ഫയലാണ് ഈ വേഗത്തിൽ നീങ്ങുന്നതെന്ന് അറിയണം. 2.5 മണിക്കൂറിനകം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഈ ഫയൽ എത്തുകയാണ്. പിന്നീടുണ്ടായ വേഗത എങ്ങനെയാണ്, പ്രഖ്യാപനം ബജറ്റിൽ ഉൾപ്പെടെ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്തിന് ഈ അതിവേഗം എന്ന ഒരു ചോദ്യമുണ്ട്. ഇത് മാനിഫെസ്റ്റോയിൽ നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്നത് ഏറ്റവും പ്രധാനത്തിൽ നടപ്പിലാക്കുന്നു. അതിന് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ സ്വീകാര്യത കിട്ടുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ മദ്യം സർവ്വവ്യാപകമായി കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമം കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ടും വിരുദ്ധ തലങ്ങളിലുള്ളതാണ്. ഇന്ന് സാദിഖ് അലി തങ്ങളുടെ ആ ലേഖനത്തിൽ അക്കാര്യം വളരെ വിശദമായി പറയുന്നുണ്ട്. സമസ്ത എതിരഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.